ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൃഷി ചെയ്യാനായിട്ട് ഗ്രോ ബാഗിൽ പോട്ടി മിക്സ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിറക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക. ഞാൻ അതിനായിട്ട് ഈ ഒരു പോട്ടില് ഞാൻ രണ്ട് പോട്ട് മണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പോട്ട് മണ്ണെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചകിരിച്ചോറിന് പകരമായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്താണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ 2 പോട്ട് മണ്ണെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ചകിരിച്ചോറിന് പകരമായിട്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ ചിപ്പിളിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നമ്മൾ മരം ഇരുന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചിപ്പിളിപ്പൊടി കിട്ടും. അപ്പൊ അതാണ് കേട്ടോ. ഞാൻ 6 പോട്ടാണ് ഇടുന്നത്. 2 പോട്ട് മണ്ണ്, 6 പോട്ട് ഈ ഒരു ചിപ്പിളിപ്പൊടി, പിന്നെ 1 പോട്ട് നമ്മുടെ കോഴിവളമാണ് എടുക്കുന്നത്. പിന്നെ ഇത്തിരി എല്ലുപൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനുണ്ട്. പിന്നെ മണ്ണ് ഞാൻ ആദ്യമേ കുമ്മായപ്പൊടി ഇട്ടിട്ട് പുളിപ്പ് രസം മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 10-12 ദിവസം മുന്നേ ഞാൻ കുറച്ച് കുമ്മായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മണ്ണാണ് കേട്ടോ എടുത്തത്. നിങ്ങളും അതുപോലെ തന്നെ എടുക്കണം കേട്ടോ. അടുത്തത് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മുടെ കോഴിവളം ഉണ്ടല്ലോ, കോഴിവളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെ ചാക്കിലൊക്കെ എടുത്തു വെക്കും കോഴിവളങ്ങളൊക്കെ. മഴയാവുന്നതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. മഴ സമയത്ത് നമുക്ക് അങ്ങനെ കോഴിവളമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ മഴേന്റെ മുന്നേ തന്നെ കോഴിവളമൊക്കെ എടുത്ത് നല്ല പൊടിഞ്ഞത് നോക്കിയിട്ടൊക്കെ എടുത്ത് ചാക്കിൽ നിറച്ച് വെക്കലുണ്ടായിരുന്നു. മഴ സമയത്ത് കൂടുതലും കോഴിവളം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ചാണകപ്പൊടിനെക്കാട്ടി നല്ലത് കോഴിവളമാണ്. തണുപ്പ് സമയമല്ലേ, അപ്പൊ കോഴിവളം നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു പോട്ട് കോഴിവളം എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മൊത്തമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഈ മണ്ണിനാങ്കാട്ടും കൂടുതൽ ഞാൻ ഇതാണ് കേട്ടോ, ചിപ്പിളിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പൊ അതാവുമ്പോ നമുക്ക് ടെറസിൽ അത്ര പിന്നെ ഇതുണ്ടാവില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടാവില്ല. നമ്മുടെ മണ്ണ് കൂടുതലാവുമ്പോഴാണ് ടെറസില് പിന്നെ കൂടുതൽ വെയിറ്റ് വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചിപ്പിളിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വെയിറ്റ് ഉണ്ടാവില്ലല്ലോ ഗ്രോ ബാഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെറസിനും അത്ര കേടുണ്ടാവില്ല. ഇനി നമുക്ക് ഇതിൽ മൊത്തമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ നിറക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ നിറച്ചു കഴിഞ്ഞാല് മുകളിലേക്ക്, ഞാൻ ടെറസിലാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്, അപ്പോൾ ടെറസിലേക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ അധിക വെയിറ്റ് ഇല്ലാണ്ട് എടുത്ത് കൊണ്ടുപോവാം. മണ്ണ് കുറവും പിന്നെ ഈ ചിപ്പിളിപ്പൊടി കൂടുതലും ആവുമ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് വെയിറ്റ് ഉണ്ടാവുകയും ചെയ്യില്ല, നമ്മളെ ടെറസിനും കംപ്ലൈന്റ് വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നുണ്ടെങ്കിലും കൂടുതൽ മണ്ണ് കുറച്ചിട്ട് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നിലത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മണ്ണ് കൂടുതൽ ഉപയോഗിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചിപ്പിളിപ്പൊടി ആവുമ്പോൾ പിന്നെ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ പൈസ കൊടുത്തിട്ട് ഇത് ചകിരിച്ചോറ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ ഇത് എന്തായാലും 1 മാസം ആകുമ്പോഴത്തേക്കും തന്നെ ഇത് പൊടിഞ്ഞിട്ട് നമ്മളെ ചകിരിച്ചോറ് പോലെ തന്നെയാവും, നന്നായിട്ട് പൊടിഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിയിട്ട് പിന്നെ കൊണ്ടുവന്നിട്ട് ഗ്രോ ബാഗ് നിറക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് കണ്ടോ, ഞാൻ ഗ്രോ ബാഗ് ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ അൺപാക്കിംഗ് വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ.
അപ്പോൾ ഇതാ രണ്ട് സൈഡിൽ രണ്ട് ഹോള് മാത്രമേ ഉള്ളൂ, അടിഭാഗത്ത് ഹോളില്ല കേട്ടോ ഗ്രോ ബാഗിന്റെ. അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മള് ഗ്രോ ബാഗിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മളെ തൈകളുടെ വേര് ചീഞ്ഞു പോയിട്ട് തൈ മൊത്തമായിട്ട് നശിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടിഭാഗത്ത് 3-4 ഹോളിട്ട് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതായിരിക്കും കേട്ടോ. അതിനായിട്ട് ഇതാ ഈ അടിഭാഗം ഇങ്ങനെ 4 മടക്കാക്കി കൊടുക്കുക. എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. വെലിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഹോളായി പോകും. അപ്പോൾ ഇത് മടക്കിയത് കൊണ്ട് തന്നെ ചെറുങ്ങനെ പൊടിങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് ചെറിയ ഹോളായിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്യാം. കണ്ടോ, ഞാൻ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 ഭാഗത്ത് കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത ഹോളും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് ഇതുപോലെ 4 മടക്കാക്കിയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് ഞാൻ ക്യാമറയിൽ കുറച്ച് മാറിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ അത് കിട്ടാഞ്ഞത്. ഇപ്പൊ ഇതാ 2 ഭാഗത്ത് ഞാൻ ഹോളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡ് കൂടി ഹോള് എടുക്കാനുണ്ട്. ഇനിയിപ്പോ അതുകൂടി നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ബാഗ് നിറക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എനിക്ക് 10 ഗ്രോ ബാഗ് ഉണ്ട്. 10 ഗ്രോ ബാഗിന്റെ ഇതുപോലെ അടിഭാഗത്ത് ഹോളിട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ എല്ലാത്തിന്റെയും ഞാൻ എടുക്കുന്നത് വീഡിയോ കാണിക്കുന്നില്ല. നിങ്ങൾക്കിതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒറ്റൊന്നിൻ്റെത് മാത്രം 2 ഭാഗത്ത് ഇടുന്നത് കാണിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് മുഴുവനായിട്ട് ഹോൾട്ട് എടുത്തിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ഗ്രോ ബാഗിന്റെയും പിന്നെ ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഹോള് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് പോട്ടി മിക്സ് നിറക്കാവുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കരിയില എടുത്തിട്ടുണ്ട്. കരിയില നമുക്ക് ഈ ഗ്രോ ബാഗിന്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗിന്റെ അടിയിൽ നമുക്ക് കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് വെള്ളം ഈ ഗ്രോ ബാഗിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കോട്ടോ. അപ്പൊ ഞാൻ ഇത് മഴയാവുന്നതിന് മുന്നേ ഞാൻ ചാക്കിലാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ മഴ സമയത്ത് പൊട്ടി മിക്സ് നിറക്കുന്ന സമയത്ത് ഗ്രോ ബാഗിന്റെയും ചെടിച്ചട്ടിന്റെ ഒക്കെ അടിയിൽ ഇട്ട് കൊടുക്കല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പൊ ഇത് കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ കരിയില ഉണ്ടെങ്കിൽ ഒരു 3/4 ഭാഗം വരെ ഇട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. അത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും താഴ്ന്നു പോകും. പിന്നെ നിങ്ങൾക്ക് കരിയില ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചകിരി ഞാരുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചകിരി തന്നെ ഞാരും മുകളിൽ വരുന്ന വിധത്തില് വെച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അതും ഇല്ലെങ്കിൽ നമ്മളെ കോട്ടൺ തുണി ഉണ്ടല്ലോ, കോട്ടൺ തുണികൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്യാണ്ടും വേണമെങ്കിൽ വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നല്ലതാണ്. ഗ്രോ ബാഗിന്റെ നമ്മൾ വേനൽക്കാലത്തൊക്കെ ഗ്രോ ബാഗിന്റെ അടിയിൽ നമ്മൾ ഈ കോട്ടൺ തുണി വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതിന് നല്ല നമ്മുടെ തൈകൾക്ക് നല്ല ഈർപ്പം കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു സമയം വെള്ളം ഒഴിക്കാണ്ടെല്ലാം മറന്നു പോവുക അല്ലെങ്കിൽ സമയം കിട്ടാണ്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ ആ തുണി എന്തായാലും ആ കോട്ടൺ തുണിയിൽ പിന്നെ വെള്ളം വലിച്ചെടുക്കും. അപ്പൊ നമുക്ക് ആ സമയത്ത് ആ വെള്ളം അതിൽ നിന്ന് തൈകൾ വലിച്ചെടുത്തോളൂ കേട്ടോ. ഇതിന്റെ വേരിൽ വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ ഒരു ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് 3/4 ഭാഗത്ത് നിറച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്കിന് ഞാൻ ചെറിയ തൈയാണ് ഇതിൽ നടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തൈകൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ പൊട്ടിമിക്സും വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തായാലും ഇത് ഫില്ലായി വരും. അപ്പൊ അതിന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കൂടി നിറച്ചു കൊടുക്കാം. ഞാൻ ഈ അളവിൽ 2 ഗ്രോ ബാഗ് നിറക്കേണ്ട അളവാണ് കേട്ടോ പിന്നെ എടുക്കുന്നത്. കണ്ടോ, നമ്മൾ ഇതാ ഒരു കൈത്തണ്ട അളവിലുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രോ ബാഗിന്. അപ്പോൾ നല്ല വീതിയും വിസ്താരവും നല്ല ഹൈറ്റും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു കൈയോടെ തന്നെ നമുക്ക് പൊന്തിക്കാവുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അധികം വെയിറ്റ് ഒന്നുമില്ല. പിന്നെ ഞാൻ ടെറസിലല്ലേ കൃഷി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിത് ഉപകാരമാണ് കേട്ടോ. നമ്മള് മേലെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടില്ല, ടെറസിനും കേടുവരില്ല, ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചിപ്പിപ്പൊടി കൂടുതൽ കൂട്ടുന്നതുകൊണ്ട് എനിക്ക് നല്ലതാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ.
കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ചകിരിച്ചോറൊന്നും നമ്മൾ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചെയ്താൽ തന്നെ മതി. അങ്ങനെ രണ്ടാമത്തെ ഗ്രോ ബാഗും കൂടി നിറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരിയില ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മേലെ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ജാതിന്റെ ചപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ നമ്മൾ നിറച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ 2 ഗ്രോ ബാഗ് നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി 8 നിറക്കാനുണ്ട്, അതുകൂടി നമുക്ക് നിറച്ചു കൊടുക്കാനുണ്ട്. അതുകൂടി നിറച്ചിട്ട് നമുക്ക് കാണാം. ഞാൻ മൊത്തം 10 ഗ്രോ ബാഗാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 2 നിറച്ചു കൊടുത്തു. ഇനിയിപ്പോ ഇതാ 8 കൂടി നിറക്കാനുണ്ട്, അതുകൂടി നമുക്ക് നിറച്ചിട്ട് കാണാം കേട്ടോ. നിങ്ങളുടെ പരിസരത്ത് എവിടുന്നെങ്കിലും ഈ ഗ്രോ ബാഗ് വിൽക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. നല്ല ഗ്രോ ബാഗാണ്. നമ്മൾ ആ വൈറ്റ് ഗ്രോ ബാഗ് വാങ്ങുന്നതിനെക്കാട്ടും നല്ലതാണ് ഇത്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നല്ല ഹൈറ്റും ഉണ്ട്. പല സൈസിലുള്ളതും നമുക്ക് കിട്ടും. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ 450 അങ്ങനെ ഞാൻ വാങ്ങിയത്. അപ്പൊ ഇനി ഡെയിലി വില മറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ എത്രയാണ് വില എന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോ വാങ്ങിയിട്ട് എന്തായാലും 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇത് നിറക്കുന്നത്, പൊട്ടി മിക്സ് നിറക്കുന്നത്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഏറ്റവും വില കുറവുള്ളത് നോക്കിയിട്ട് നല്ല സ്ട്രോങ് ഉള്ളതും പിന്നെ അതിൽ ആൾക്കാർ വാങ്ങിയ പിക്ചറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വാങ്ങുന്നതാണ് കേട്ടോ നല്ലത്. നല്ല വീതിയും വിസ്താരവും ഒക്കെ ഉണ്ട്. നമുക്കിത് പൊട്ടി മിക്സ് ഇളക്കി കൊടുക്കാനൊക്കെ നന്നായിട്ട് സൗകര്യമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ല ഗ്രോ ബാഗാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആണ്. പെട്ടെന്ന് കീറിപ്പോവുകയോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺലൈനിൽ വാങ്ങാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ വാങ്ങാം. അടുത്തേതെങ്കിലും കടയിലുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം കേട്ടോ. അങ്ങനെ എല്ലാം ഗ്രോ ബാഗും ഞാൻ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മുകളിൽ കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ 10 നിറച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 3/4 ഭാഗത്തെ നിറച്ചിട്ടുള്ളൂ പൊട്ടി മിക്സ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പിന്നെ എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ച് ബാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരു കൈത്തണ്ട വലുപ്പത്തിൽ ഞാനിത് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നിറച്ചത്. അങ്ങനെ ഇതാ ഗ്രോ ബാഗൊക്കെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടിയിൽ 2 ഇഷ്ടിക വെച്ചിട്ട് അതിന് മുകളിൽ ഈ പലക കഷ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതാണ് വെച്ചത് കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് പച്ച കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലെങ്ങനെയാണ് നമ്മുടെ തൈകൾ നട്ടു കൊടുക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇനി തൈകൾ എങ്ങനെയാണ് നട്ടു കൊടുക്കേണ്ടതെന്ന് കൂടി നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പോട്ടിന്ന് നമ്മൾ വിത്ത് പാകിയ പോട്ട് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് വേരൊക്കെ അടിയിന്നേ പോയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് പോട്ട് പുറം ഭാഗത്തുനിന്ന് കുറച്ചൊന്ന് മണ്ണ് ആ പോട്ടൊന്ന് ഞെക്കിയിട്ട് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൈ ഇങ്ങനെ വിരലിങ്ങനെ അതിൻ്റെ ഇടക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ കൈപ്പത്തി ഉണ്ടാവുമല്ലോ, കൈപ്പത്തി അതിൻ്റെ ഉള്ളിലാക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഈ പോട്ടൊന്ന് മെല്ലെ റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ തൈക്ക് ഒരു കേടും വരാതെ തന്നെ റിമൂവ് ആയി കിട്ടുന്നതാണ് കേട്ടോ. നന്നായിട്ട് വേരിറങ്ങിയിട്ടുണ്ട്. ഇതാ ഈ വിത്ത് പോലും പാകിയത് ഞാൻ ഈ പോട്ട് മിക്സിലാണ് കേട്ടോ ഇപ്പൊ ചെയ്ത. നമ്മുടെ വിത്ത് പാകുമ്പോ എല്ലുപൊടി ഞാൻ ചേർക്കാറില്ല. എല്ലുപൊടി ഒഴികെ ബാക്കിയെല്ലാം ചേർക്കാറുണ്ട് കേട്ടോ.
ഇതുപോലെ ഈ ചിപ്പിളിപ്പൊടിയിലാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ചിപ്പിളിപ്പൊടിയും ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ, കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് വിത്ത് പാകാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേരിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചകിരിച്ചോറ് എന്തായാലും വേണം. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ ചകിരിച്ചോറിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളത്. ഇതുപോലെ അല്ലെങ്കിൽ ഉമ്മി കിട്ടിയാലും മതി കേട്ടോ. ഉമ്മിയോ അല്ലെങ്കിൽ ഈ ഒരു ചിപ്പിളിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മളെ മരം ഇരുല്ലേ, മരം ഇരുന്ന മരപ്പൊടി ഉണ്ടാവൂലേ, അതായാലും മതി. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ചോളൂ. എന്നിട്ട് ഇതുപോലെ ഗ്രോ ബാഗ് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇത് വണ്ടൊക്കെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണമായിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടെണ്ണം ഒന്നിച്ച് നട്ടു കൊടുക്കുന്നത് കേട്ടോ. ഒരു കേടും വേരിനൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല രീതിയിൽ അത് റിമൂവ് ചെയ്തിട്ട് പിന്നെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് രണ്ടാമത്തെ ഇതും കൂടി നട്ടു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്രോ ബാഗിലും കൂടി നടാനുള്ള വെണ്ടക്ക തൈയുണ്ട് കേട്ടോ. ഈ രണ്ടെണ്ണം വെച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് രണ്ടെണ്ണം തഴുത്ത് വരുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം കൊണ്ടൊരു കുഴപ്പമില്ല. അപ്പൊ ഇതും കൂടി നട്ടു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചകിരി ഞാരാണ് ഈ പോട്ടിന്റെ അടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേരിറങ്ങിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വേരിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിൽ അടിഭാഗത്തായാലും നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വിത്ത് വാകാനും ഈ പൊട്ടി മിക്സ് ഇങ്ങനെ നിറക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പിന്നെ വിളവ് കിട്ടും കേട്ടോ. നല്ല ഗ്രോത്തോടു കൂടി തൈകൾ വളരാനും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകാനും സഹായിക്കോട്ടോ. ഈ ഒരു രീതിയിൽ നമ്മുടെ വേര് നന്നായിട്ട് വേരോടാനും സഹായിക്കുന്നതാണ് കേട്ടോ ഈ ഒരു പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക. അടുത്തതായിട്ട് ഈ ഒരു തൈയാണ് കേട്ടോ നടാൻ പോകുന്നത്. ഇത് ഞാൻ കുറെ വിത്ത് പാകിയിട്ടുണ്ട്, ഏതെല്ലാം ഒന്നും ഓർമ്മയില്ല. അതില് നമ്മൾ നല്ല 3-4 ഇല പരിവായതൊക്കെയാണ് ഞാൻ മാറ്റി നടുന്നത് കേട്ടോ. രണ്ടോ അടിഭാഗത്ത് ഞാൻ ചകിരി ഞാര് വെച്ചു കൊടുത്തു. അതാണ്ട ചുറ്റും വേരിറങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ട്. വേര് കാണാൻ വെള്ള വേര്, വേരിനൊന്നും ഒഴിച്ച് കേടും വന്നിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ ആ ചകിരി ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നട്ടു കൊടുക്കാണ് കേട്ടോ. തൈകളും നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രോത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും ഇലക്കൊന്നും ഒരു കേടുപാടോ ഒന്നുമില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് വീണ്ടും പറയാണ്, നിങ്ങൾ ഇതുപോലെ പോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ വിത്ത് പാകാനായാലും ഞാൻ വിത്ത് പാകുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ നടാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഇതാണ് കേട്ടോ, ചെറുപയർ ഞാൻ വീട്ടിലുള്ള ചെറുപയർ പാകിയതായിരുന്നു. അപ്പൊ അത് മുളച്ചു വന്നിട്ടുണ്ട്. കുറച്ച് വലുപ്പമായി പോയി കേട്ടോ. ഇതുപോലെ ഗ്രോ ബാഗ് നിറക്കാനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത് പറിച്ച് നടാൻ വേണ്ടിയിട്ടും കുറച്ച് ലേറ്റ് ആയി പോയി. ഇനി ഇതിനൊരു താങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലോണം ഹൈറ്റ് വെച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം വീട്ടിലും ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ഒരു ചാക്കിൽ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. അതില് 2-3-4 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപയർ. കുറെ ഒരു 10 ഗ്രോ ബാഗിലൊക്കെ നടുന്നതാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ കിട്ടും എന്നാണ് തോന്നുന്നത്. ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അതില് ചെറുപയർ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വിത്തിട്ടിട്ട് ഞാൻ ഇതുപോലെ മാറ്റി നടുകയാണ് കേട്ടോ. നോക്കാം, നമ്മുടെ വീട്ടിലും ഉണ്ടാവും എന്നുള്ളത് നോക്കാലോ. എല്ലാം പരീക്ഷിച്ച് നോക്കണ്ടേ, അതുകൊണ്ട് ചെയ്ത് നോക്കാം കേട്ടോ.
5 ഗ്രോ ബാഗിൽ ഞാൻ തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മഴയുണ്ട് എന്നാലും നമുക്ക് പിന്നെ നമ്മള് പോട്ടി മിക്സ് നനച്ചിട്ടൊന്നുമല്ലല്ലോ നട്ടത്. അപ്പോ അതുകൊണ്ട് തന്നെ ഒന്ന് നട്ടപ്പാടായതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ നടുന്നത് മഴയൊന്നും ഇല്ലാത്ത നല്ല വെയിലുച്ച സമയത്തായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പം വീഡിയോ എടുത്തിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ നല്ല മഴയാണ്, നല്ല കാലാവസ്ഥയാണ് ഇവിടെയൊക്കെ ഉള്ളത്. മഴയില്ലാത്തൊരു ദിവസം നോക്കിയിട്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോ അടിയിൽ ഈ ഗ്രോ ബാഗിന്റെ അടിഭാഗത്ത് ഹോൾ ഇട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ടായിരുന്നു. തുള്ളി പോലും വെള്ളം അതിൽ കെട്ടി നിൽക്കോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ ഈ പിന്നെ പോട്ടി മിക്സ് നമ്മുടെ ചിപ്പിളിപ്പൊടി ആയതുകൊണ്ടും നല്ല ഇളക്കം ഉണ്ടാവും, മണ്ണിന് തറഞ്ഞു പോവൊന്നുമില്ല കേട്ടോ. വെള്ളം കെട്ടി നിൽക്കോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഗ്രോ ബാഗ് നിറക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിറച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതാ 4-5 കൂടി നിറക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ഇതാ കുറെ വിത്ത് പാകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ 4-5 ഇല പരുവാകുമ്പോ ഒന്ന് മാറ്റി നടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇത് ഉണ്ടാവും ഞാൻ ഈ ഐസിന്റെ നമ്മള് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഐസിന്റെ ബോക്സ് ആണ് കേട്ടോ. അത് കംപ്ലൈന്റ് ആയപ്പോ ഞാൻ അതിലിപ്പോ വിത്ത് പാകിയതാണ്. പിന്നെ ഗ്ലാസ്സിലും ചെറിയ ചെറിയ പോട്ടിലൊക്കെയാണ് കേട്ടോ വിത്ത് പാകിയിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പിന്നെ ചിപ്പിളിപ്പൊടിയിലായിരുന്നു വിത്ത് പാകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ മുളച്ചു വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ചകിരിച്ചോറിന് ബദലായിട്ട് ഈ ഒരു ചിപ്പിളിപ്പൊടി കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. ഇതുണ്ടോ പച്ചമുളകാണ് എൻ്റെ. ഒരുപാട് പച്ചമുളക് പറിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കുറെ പൂവിട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലായിട്ട് ഒരു ഫ്ലവറാണ് കേട്ടോ, 10 മണി ഫ്ലവറാണ് കേട്ടോ. അതിൽ തന്നാലും മുളച്ചു വന്നതാണ്. അത് ഞാൻ പറിച്ചു മാറ്റുകയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇതെല്ലാം തന്നെ ഈ ചട്ടിയും എല്ലാം തന്നെ ഞാൻ ഇതിലാണ് കേട്ടോ ഈ ഒരു ചിപ്പിളിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടെറസിന് ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കാന്താരി കൃഷിയെ കുറിച്ചിട്ട്, അതിന്റെ വളപ്രയോഗവും കാന്താരി പിന്നെ ഇത് വിളവെടുപ്പൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ. അപ്പൊ അതിൽ ഞാൻ ചെറിയ ചട്ടിയിലാണ് ഈ കാന്താരി തൈകളൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാനിപ്പോ ഓരോന്നിലെ മാറ്റി നട്ടു തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് കുറേശ്ശെയായിട്ട് ടൈം കിട്ടുമ്പോൾ അങ്ങനെ കൊണ്ടുവരുത്താണ്. ഇപ്പൊ മഴയായതുകൊണ്ട് കഴിയുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കുറേശ്ശെയായിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ട് എങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതുണ്ടോ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഇതൊന്നും നല്ല രീതിയിലായിട്ടുണ്ട്, പഴുത്ത് വന്നിട്ടുണ്ട്. അത് പറിച്ചെടുക്കാനായിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്തൊരു ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ താഴോട്ടായിട്ട് അടുത്തൊരു ഒന്ന് നമ്മൾ പറിച്ചെടുക്കാനാവുമ്പോഴത്തേക്കാണ് അടുത്ത ഫ്ലവർ വരിക ഇതിന് കേട്ടോ, ഡ്രാഗൺ ഫ്രൂട്ടിന്. അപ്പൊ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ എന്നെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവുന്ന കേട്ടോ. These brothers my guys, know that we fly, know that they ride or die.